രണ്ടു ദിവസമായിട്ട് അവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ സാധാരണ ഒരു 9 മണി 9:30 ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുന്നതാണ്. ഞങ്ങളും കിടന്ന ഒരു 1:30 ആയപ്പോഴാണ് ഈ മുകളിൽ നിന്ന് വലിയൊരു ശബ്ദം കേട്ട് ഞങ്ങൾ വാതിൽ തുറന്ന് നോക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കൂടെ ഒക്കെ മലവെള്ളം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി എവിടെ മല പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളതൊക്കെ വീട്ടിലുള്ളവരെല്ലാം നല്ല സുരക്ഷിതമായ സ്ഥലത്ത് പുറകിലേക്ക് മാറ്റി ഇപ്പുറത്തുള്ള ആളുകളൊക്കെ മാറ്റി കുറേ കുടുംബങ്ങളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവിടെ കാണുന്നതിന് അവിടെ നിലവിലുണ്ടായിരുന്ന വീടുകളിലൊക്കെ കുറേ കുടുംബങ്ങൾ രക്ഷപ്പെട്ട് വന്നവരാണ്. കുറേ ആളുകൾ എന്തൊക്കെയാണ് അവരവരെ ജീവനും കൊണ്ട് അവരെന്തൊക്കെ നല്ല വാർപ്പിൻ്റെ മേലെ കയറി നിന്ന് കുറേ ആളുകൾ അവിടെ നിന്ന് അവർ രക്ഷിക്കുകയും രക്ഷപ്പെടുത്തുകയെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആർക്കും ആ ചളിയിലേക്കോ എവിടേക്കോ ഇറങ്ങാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. കാരണം കറണ്ടില്ല, ആരുടെയും മൊബൈൽ കയ്യിലില്ല, എല്ലാം ആ മലവെള്ളപ്പാച്ചിലിൽ എല്ലാവരുടെ മൊബൈലും എല്ലാം പോയി. എവിടേക്കും ആ ചളിയിലേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു കഴിവ് ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പം എല്ലാവരും വിചാരിച്ച് ആ ടൈമിൽ ഉരുൾപൊട്ടൽ ഒരു പൊട്ട് പൊട്ടിയപ്പോൾ വിചാരിച്ച് എല്ലാവരും കഴിഞ്ഞു, ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല വെച്ചിട്ട് 2ാം നിലയിൽ നിൽക്കുന്നത്. അതിന് ശേഷമാണ് ഒരു 3:30 മണിയൊക്കെ ആയപ്പോഴാണ് വലിയ ശബ്ദത്തോടു കൂടിയിട്ടാണ് അടുത്ത പൊട്ട് വരുന്നത്. ആ പൊട്ട് വന്നതിലാണ് നമ്മുടെ പ്രദേശം മുണ്ടക്കായി മുതൽ വെച്ച് ഏകദേശം ചുരുളകുളം സ്കൂൾ റോഡ് വരെയുള്ള വീടുകളും സകലമായ സാധനങ്ങളും നിരക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക നേരെ നിൽക്കുന്നത്. അതായത് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ എന്താ പറയുക, ഞങ്ങളുടെ ഫാമിലി, എൻ്റെ വൈഫിൻ്റെ ഫാമിലിയിൽ ഏകദേശം 11 ആളാണ് മിസ്സായിട്ടുള്ളത്. അതിൽ 2 ആൾ ഇന്നലെ കിട്ടി. ഇപ്പോൾ കുറച്ച് നേരത്തെ അറിയാൻ കഴിഞ്ഞത് നിലമ്പൂരിൽ നിന്ന് ഒരു കൊച്ചിൻ്റെ ബോഡി കിട്ടി, നമുക്ക് ഫോട്ടോ വന്നിട്ടുണ്ട്. അത് നമ്മളെ കുട്ടിയാണ്, അത് തിരിച്ചറിയും. ഇനി അതിൽ വരുന്നതിൽ ഞങ്ങളെ ബാക്കിയുള്ളവരും കൂടി ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങളിങ്ങനെ ഇവിടെ കാത്തുകൊണ്ട് നിൽക്കുകയാണ്.